എന്ത് തെറിയും ഏത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നും വിളിച്ചു പറയാൻ മടിയില്ലാത്തവരായിട്ട് ഈ ഇങ്ങനെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇനി നിയമസഭയിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വലിയൊരു ബിസിനസ് പ്രതീക്ഷയൊക്കെയാണ്. കാരണം ഗ്യാസ് ഏജൻസി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു സ്ഥിര വരുമാനമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം സ്വസ്ഥമാകുമല്ലോ എന്ന് കരുതി ഒരുപക്ഷെ അവരുടെ കുടുംബം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വർണം പണയം വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇയാളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഗ്യാസ് ഏജൻസി കാണിച്ച് ഇനി എത്ര പേരിൽ നിന്ന് ഇദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് അറിയേണ്ടത്. സംസാരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KB ഗണേഷ് കുമാറിന്റെ വീട്ടുകാര്യങ്ങളാണെന്നേ. അങ്ങനെ ഓരോരുത്തരുടെയും വീട്ടുകാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ UDF രാഷ്ട്രീയത്തിലെ എത്ര പേർക്ക് തലയിൽ തുണിയിടാതെ പുറത്തിറങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? പാലക്കാട്ടുകാർക്ക് ഇപ്പൊ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു പാലക്കാട്ടുകാരൻ എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉടനെ ചോദിക്കുന്നത് മറ്റേ MLA-യുടെ മണ്ഡലത്തിൽപ്പെട്ടതാണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ തട്ടിപ്പുകാരനായിട്ടുള്ള MLA-യുടെ മണ്ഡലത്തിൽപ്പെട്ട ആളാണോ നിങ്ങൾ എന്ന് പത്തനാപുരത്തുകാരോട് ലോകം ചോദിക്കുന്ന ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് മൂക്കിൻ തുമ്പിൽ എത്തി നിൽക്കുമ്പോൾ കേരളം കത്താൻ പോകുന്ന പുതിയൊരു വിഷയം. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് പരാതിയാണ് വന്നിരിക്കുന്നത്. 1ഉം 2ഉം അല്ല, 10 ലക്ഷത്തിന്റെ പരാതി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ഇനി 3ഓ 4ഓ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അവിടെ KB ഗണേഷ് കുമാറിനെ അട്ടിമറിക്കാൻ എന്ന ടാഗ് ലൈനോടെ വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്താണ് സംഭവിക്കുന്നത്? ജ്യോതികുമാർ ചാമക്കാല 2021 മുതൽ പത്തനാപുരത്ത് തമ്പടിച്ച് 2021 പരാജയത്തിന് ശേഷം പത്തനാപുരത്ത് തമ്പടിച്ച് അവിടുത്തെ ഓരോരോ വിഷയങ്ങളിൽ ഓരോരോ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കി എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അവിടെ പത്തനാപുരത്തിൻ്റെ MLA ആയിട്ട് മാറുക എന്ന ഒരൊറ്റ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്തു മാർഗവും പുള്ളി സ്വീകരിക്കും. അതായത് ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞ രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു ഈ നമ്മുടെ ഈ ജ്യോതികുമാർ ചാമക്കാല എന്നുള്ളതിനെ കുറിച്ച്. കടവൂർ ശിവദാസൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തുടങ്ങിയ അഴിമതിയും കൊള്ളയും, കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടിരിക്കുന്ന സമയത്ത് ഈ കോളേജുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള അഴിമതികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ മന്ത്രിമന്ദിരത്തിലെ മൂഷികനാര് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ കേരള ശബ്ദത്തിലൊരു വാർത്ത വന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ 3 മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് ഈ ജ്യോതികുമാർ ചാമക്കാല നമുക്കെതിരെ ഒരു വക്കീൽ നോട്ടീസൊക്കെ അയച്ചിരുന്നു. അത് നമ്മളന്നേ പറഞ്ഞിരുന്നു, അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മറിച്ച് പിന്നീട് അദ്ദേഹം മാനനഷ്ടത്തിന് വേണ്ടിയിട്ടൊന്നും പോയിട്ടില്ല. കാരണം അത്രയും വാല്യൂ 10 ലക്ഷം രൂപ കൊണ്ടാണ് ചോദിച്ചിരുന്നത്. ആ 10 ലക്ഷത്തിനൊരു വാല്യൂ ഒരുപക്ഷെ ഈ 10 ലക്ഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കും അന്ന് ആ 10 ലക്ഷത്തിൻ്റെ നഷ്ടപരിഹാരം നമ്മളോട് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് അന്യായമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് 10 ലക്ഷം രൂപ ഈ ചാമക്കാല LPG ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഗ്യാസ് സർവീസാണത്. അപ്പോൾ അത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഒരുപക്ഷെ ലീസിനായിരിക്കാം, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കൊടുക്കാം എന്നൊക്കെയുള്ളൊരു ധാരണപ്പുറത്തായിരിക്കാം ഇദ്ദേഹം ഇത് 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ 10 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ജ്യോതികുമാർ ചാമക്കാലയെക്കുറിച്ച് വേറെ ചില ആരോപണങ്ങൾ അവിടെ തന്നെ എന്തൊരു CR നാസർ, എനിക്ക് തോന്നുന്നു മറ്റേ പത്തനാപുരത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി നടക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം KPCC മെമ്പറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആത്മഹത്യയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ അടുക്കൽ പരാതി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനൊക്കെ മേലെ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. ഏതെങ്കിലും കൊട്ടാരക്കരയിൽ നൽകിയിരിക്കുന്ന പരാതി പ്രൈവറ്റിൻ്റെയും അത് സത്യമാണ്. അത് ഈ വരുന്ന 6-ാം തീയതിയിലത്തേക്കാണ് അതിൻ്റെ ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഈ പ്രൈവറ്റ് അന്യായം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം കോടതിയിലൊരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായൊരു സാധൂകരണം ഇല്ലാതെ ഒരു കാരണവശാലും അത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല.
51 കേസാണ് ഫയൽ ആ ചെയ്തിരിക്കുന്നത്. വഞ്ചന കേസ് 420 ആണ്. 420 എന്ന് പറയുമ്പോഴത്തേക്ക് അറസ്റ്റിലേക്കൊന്നും പോയി എന്ന് വരത്തില്ല. പക്ഷേ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. നിസ്സാരമായിട്ട് പറയാൻ പറ്റത്തില്ല. 1 രൂപ ആയിക്കൊള്ളട്ടെ, 10 ലക്ഷം രൂപ ആയിക്കോട്ടെ, 1 കോടി ആയിക്കോട്ടെ, 10 കോടി ആയിക്കൊള്ളട്ടെ, 420 എപ്പോഴും 420 തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകനെതിരെയാണ് പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ. കാരണം ഒരാഴ്ചയ്ക്കപ്പുറം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരാഴ്ചയ്ക്കപ്പുറം കേരള നിയമസഭയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് എന്ത് കട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ ഒരു വലിയ അപകടം നടന്നു. കാരണം ഈ തോട്ടിൽ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കമ്പി കെട്ടിവെച്ചിട്ട് 2 വിദ്യാർത്ഥികൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് രാത്രി ഇദ്ദേഹം അവിടെ പോയി കുറച്ച് കോലാഹലമൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം കുറെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഒരു ചായക്കടയിൽ വന്നിരുന്ന് ചിരിച്ചുകൊണ്ട് എന്തോ വിജയാഹ്ലാദം നേടി വന്ന പോലെ ആ ചിരിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. അത്രയും വിവരം ബോധമൊക്കെ ഉള്ളൂ. ഇങ്ങനെ പോലുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ വക്താക്കന്മാരായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് താനാരാ, നീ ഏതാ, നിന്റെ അപ്പനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ചർച്ചകളെ ഇത്രയ്ക്കും മോശമാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികളിൽ ഒരാൾ ഈ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള ആളുകളാണ് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അതായത് ഇപ്പൊ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊട്ടാരക്കരയിൽ ഒരു യുവതിയിൽ നിന്നുമാണ് 10 ലക്ഷം രൂപ ഇത് ഇയാൾ കൈപ്പറ്റിയിട്ടുള്ളത്. ഗ്യാസ് ഏജൻസി കൈമാറ്റം നടത്താം എന്ന വ്യവസ്ഥയിലാണ് ഇദ്ദേഹം ഈ 10 ലക്ഷം രൂപ ഈ യുവതിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത്. ഈ കരാറ്, അതിനുശേഷം ഈ യുവതിയായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കരാറ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടെയാണ് ഈ കോടതിയിൽ CMP ഇട്ടേക്കുന്നത്. പണം ലഭിച്ചതിന് ശേഷം ബന്ധപ്പെടാൻ, പിന്നെ ഈ പണം ഇയാൾക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതിനുശേഷം പിന്നീട് ഈ ഏജൻസി മറ്റൊരാൾക്ക് നൽകി എന്നറിഞ്ഞപ്പോഴത്തേക്കാണ് ഈ യുവതി ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കാരണം ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ അറ്റൻഡ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടതിയെ സമീപിച്ച് ഒരു CMP ഇടുകയും ആ CMPയുടെ അടിസ്ഥാനത്തിൽ കോടതി അതിന്റെ തെളിവുകളൊക്കെ പരിശോധിച്ച് അതാത് പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയുമാണ് പതിവ്. അപ്പോ കേരള നിയമസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്യോതികുമാർ ചാമക്കാലയെ പോലെ ഈ യുവതികളിൽ നിന്ന് വരെ പൈസ ഒരു യുവതിയിൽ നിന്ന്, കാരണം അവരൊരു പക്ഷേ അവരുടെ വലിയൊരു ബിസിനസ് പ്രതീക്ഷയൊക്കെയാണ്. കാരണം ഗ്യാസ് ഏജൻസി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു സ്ഥിര വരുമാനമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം സ്വസ്ഥമാകുമല്ലോ എന്ന് കരുതി ഒരുപക്ഷെ അവരുടെ കുടുംബം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വർണം പണയം വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇയാളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഗ്യാസ് ഏജൻസി കാണിച്ച് ഇനി എത്ര പേരിൽ നിന്ന് ഈ ഇദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് അറിയേണ്ടത്. ഇപ്പൊ 6-ാം തീയതി കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, അതായത് കലാശക്കുട്ടിന്റെ അന്ന് കോടതി ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, കലാശക്കുട്ടിന്റെ എന്നല്ല, അതിന്റെ തലേദിവസം 7-ാം തീയതിയാണ് കലാശക്കൊട്ട്. 6-ാം തീയതി ഇയാൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് കോടതി നിർദ്ദേശം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരു നിസാര തിരിച്ചടിയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും വിലയിരുത്തേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥിത്വത്തിലേക്കും നേതൃത്വത്തിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ഉപദേശമേ ഉള്ളൂ. ജ്യോതികുമാർ ചാമക്കാലയൊക്കെ വർഷങ്ങളായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, അതിനൊന്നും നമുക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവർത്തന പരിചയം എന്തായിരുന്നു എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. 2021 പത്തനാപുരത്ത് മത്സരിക്കാൻ വരുന്നു. അതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കുറച്ച് വളവുകളും വർത്തമാനങ്ങൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക ചേഞ്ച് കൂടി നമ്മൾ ഇതിനകത്ത് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. കാരണം നേരത്തെ കോൺഗ്രസ്സുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് സംസ്കാര സമ്പന്നമായ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് എന്ത് തെറിയും ഏത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നും വിളിച്ചു പറയാൻ മടിയില്ലാത്തവരായിട്ട് ഈ ഇങ്ങനെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇനി നിയമസഭയിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുക. കാരണം ഞാൻ ഇവിടെ KV ഗണേഷ് കുമാറിനെതിരെ വ്യക്തിപരമായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഈ ജ്യോതികുമാർ ചാമക്കാല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, കാരണം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആ നിയോജക മണ്ഡലത്തിൽ സംസാരിക്കേണ്ടത് ആ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ വികസനത്തെ കുറിച്ചാണ്, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന നയപരിപാടികളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷെ ജ്യോതികുമാർ ചാമക്കാല സംസാരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KV ഗണേഷ് കുമാറിന്റെ വീട്ടുകാര്യങ്ങളാണെന്നേ.
അങ്ങനെ ഓരോരുത്തരുടെയും വീട്ടുകാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ UDF രാഷ്ട്രീയത്തിലെ എത്ര പേർക്ക് തലയിൽ തുണിയിടാതെ പുറത്തിറങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? അതുകൊണ്ട് ആദ്യം കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നടക്കുന്ന ആളുകളെ ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ അടിയന്തരമായിട്ട് നമ്മൾ കണ്ടതാണ് വയനാട്ടിലൊക്കെ അവിടുത്തെ DCC ട്രഷറിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതും കൂടാതെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ പിരിച്ചെടുത്തിരിക്കുന്ന ഫണ്ട് അടിച്ചു മാറ്റിയിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇത് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്താണ് ജ്യോതികുമാർ ചാമക്കാല ഈ ഒരു ഗ്യാസ് ഏജൻസി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു യുവതിയിൽ നിന്ന് 10 ലക്ഷം രൂപ കൈപ്പറ്റിയതിനു ശേഷം ആ ഗ്യാസ് ഏജൻസി മറ്റൊരാൾക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു. ഈ ഗ്യാസ് ഏജൻസിയുടെ പേരിൽ ജ്യോതികുമാർ ചാമക്കാല ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമല്ലേ? ഉറപ്പായിട്ടും പോലീസ് ഇത് പരിശോധിക്കേണ്ടേ? കാരണം ഇങ്ങനെയുള്ള ഒരാൾ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹത്തിന്റെ സ്വദേശം അഞ്ചലാണ്. ഈ അഞ്ചലെന്ന് വന്ന് പത്തനാപുരത്ത് മത്സരിക്കുന്ന ഒരാളെ പത്തനാപുരത്തിന്റെ MLA ആയിട്ട് തിരുവനന്തപുരത്തേക്ക് വിട്ട് ഒരു അപമാനം ഏറ്റുവാങ്ങേണ്ടതുണ്ടോ എന്ന് പത്തനാപുരത്തുകാർ ചിന്തിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരുത്തനെ അടൂരിൽ നിന്ന് ഒരുത്തനെ പാലക്കാട്ടേക്ക് വിട്ടു. പാലക്കാട്ടുകാർക്ക് ഇപ്പൊ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു പാലക്കാട്ടുകാരൻ എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉടനെ ചോദിക്കുന്നത് മറ്റേ MLA മണ്ഡലത്തിൽപ്പെട്ടതാണോ എന്നാണ് ചോദിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഈ തട്ടിപ്പുകാരനായിട്ടുള്ള MLA മണ്ഡലത്തിൽപ്പെട്ട ആളാണോ നിങ്ങൾ എന്ന് പത്തനാപുരത്തുകാരോട് ലോകം ചോദിക്കുന്ന ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതെങ്കിലും ഈ യുവതിക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഏതെങ്കിലും കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊട്ടാരക്കര കോടതിയെ ഈ യുവതി സമീപിച്ചിട്ടുള്ളത്. ആ യുവതിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസും കുറച്ചുകൂടിയൊക്കെ ഈ സ്ത്രീകളോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഈ സ്ത്രീവിരുദ്ധ സമീപനങ്ങളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന 10 ലക്ഷം രൂപ ആ യുവതിക്ക് തിരിച്ചു വാങ്ങി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്താം. കൂടുതൽ വാർത്തകൾ ഇതിന്റെ പുറകെ നമുക്ക് കൊടുക്കാം.